തിരുവല്ല MDMA കേസിൽ വലിയ വഴിത്തിരിവ്. കുട്ടിയുടെ ശരീരത്തിൽ ഒളിപ്പിച്ച് ലഹരി കടത്തിയെന്ന പോലീസ് ഭാഷ്യം കളവാണെന്ന് പറയുന്നു അമ്മ. പ്രതിക്ക് ഒരു പണി കൊടുക്കണമെന്ന തരത്തിൽ CI അമ്മയോട് സംസാരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ കേസിൽ ദുരൂഹത നിഴലിക്കുകയാണ്. പത്രക്കാർക്ക് പറ്റിയ അബദ്ധമാണ്. അതിനെ ബാലൻസ് ചെയ്യാനും അവരൊരു പണി കൊടുക്കാനും വേണ്ടിയാണ് ചെയ്യുന്നത്. നാളെ ഇതൊരു വലിയ വാർത്തയാവും. MDMA കേസ് പ്രതി മുഹമ്മദ് ഷമീറിനെതിരെ രണ്ടാമത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഭാര്യയുടെ മൊഴിയെടുക്കാൻ വീട്ടിലെത്തിയതാണ് തിരുവല്ല സർക്കിൾ ഇൻസ്പെക്ടർ. വിപത്തിനെതിരെ ശക്തമായ പോരാട്ടം കുഞ്ഞിനെ ലഹരി കടത്തിനായി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് അമ്മ പറയുന്നത്. ഞാൻ പറഞ്ഞ മൊഴിപ്രകാരമാണ് ബാലാവകാശ നിയമപ്രകാരം കേസെടുത്തത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയിരുന്നില്ലത്രേ. അന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഒപ്പിട്ടെന്നുള്ള ശരിയാ, ഒപ്പിട്ടു. വായിച്ചു നോക്കി. പക്ഷെ ഇതിനകത്ത് ഇങ്ങനൊക്കെ ആന്ന് ഞമ്മക്ക് അറിയത്തില്ല, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ശരിക്കും അറിയാൻ മേലാത്തോണ്ടാ. അമ്മയുടെ പ്രതികരണം, CCTV ദൃശ്യങ്ങളിലെ സംഭാഷണം ചേർത്ത് വായിക്കുമ്പോൾ രണ്ടാമത്തെ കേസിനായി പോലീസ് പ്രത്യേക താൽപര്യമെടുത്തുവെന്ന സംശയമാണ് ബലപ്പെടുന്നത്. വെള്ളിയാഴ്ച രാത്രി പിടിയിലാകുമ്പോൾ മുഹമ്മദ് ഷമീറിന്റെ പക്കൽ നിന്നും 3.78 ഗ്രാം MDMA ആണ് പിടികൂടിയത്. അതേസമയം ലഹരിക്കെതിരായ സ്ത്രീ പോരാട്ടം എന്ന നിലയിലാണ് പ്രോത്സാഹനം നൽകിയതെന്നാണ് CI സുനിൽകൃഷ്ണൻ പ്രതികരിക്കുന്നത്. കുട്ടിയുടെ അമ്മ വായിച്ചു കേട്ട് ശരിയെന്ന് രേഖപ്പെടുത്തിയ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണ് കേസെടുത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഉയർന്നുവന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ CWC പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.